ഡിഫറൻസ് ശരിക്കും പലരും പറയുന്നത് ഒരു കാര്യം ഇതാണ്. അതിൻ്റെ ഒരു കളർ ഫ്രെയിമിങ്ങുകളും കളർ പാറ്റേണും അതിൻ്റെ ഒരു റിച്ച്നെസ്സും അതിൻ്റെ ഒരു വലിപ്പവും അത് കാണുമ്പോൾ ഇത് ശരിക്കും ഒരു ഹിന്ദി, തെലുങ്ക്, തമിഴ് പടം കാണുന്നതിൻ്റെ ഫീലാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് മലയാള സിനിമയിൽ വൈശാഖിന് മാത്രമേ ഇത് കഴിയൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള എൻ്റർടൈൻ ചെയ്യുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ് വൈശാഖ്. എനിക്ക് തോന്നുന്നത് സാധാരണ പ്രേക്ഷകരെ, പ്രത്യേകിച്ചും അങ്ങനത്തെയുള്ള പ്രേക്ഷകരെ രസിപ്പിക്കുന്ന എല്ലാ എലമെൻറ്റുകളും വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ്. ഇപ്പോൾ വൈശാഖിൻ്റെ കമേഴ്ഷ്യൽ പാക്കേജിങ്ങിൽ ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ പോക്കിരി രാജ മുതൽ സീനിയേഴ്സ്, മല്ലു സിംഗ്, ഇപ്പോൾ കസിൻസ് വരുമ്പോൾ എനിക്കൊന്ന് വിശുദ്ധൻ മാത്രമാണ് അദ്ദേഹം അങ്ങനത്തെ ഒരു ട്രാക്കിൽ നിന്ന് മാറി ഒരു സീരിയസ് പാറ്റേണിൽ പിടിച്ചിരിക്കുന്ന ഒരു സിനിമ എന്നുള്ളത്. അതിനപ്പുറം നോക്കുകയാണെങ്കിൽ മറ്റുള്ള സിനിമകളെല്ലാം ഈ പറയുന്ന പോലെ ഒരു വളരെ റിച്ചായിട്ടുള്ള ഒരു സ്റ്റാർ കാസ്റ്റിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആ ഒരു റിച്ച്നെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണ തമിഴ്, ഹിന്ദി, തെലുങ്ക് സിനിമകൾ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകത തീർച്ചയായിട്ടും മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇപ്പോൾ മലയാള സിനിമയിൽ വൈശാഖിന് മാത്രമേ കഴിയൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഈ സിനിമ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലുള്ള സിനിമകൾ എടുക്കുമ്പോൾ ഇത് എങ്ങനത്തെ പ്രേക്ഷകരെയാണ് ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ സംവിധായകന് വൈശാഖിനുണ്ട്. അത് മനസ്സിലാക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് കിട്ടുക എന്നുള്ളതാണ് വൈശാഖിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നും. പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സിനിമകളെ പറ്റി ഉണ്ടാകും. വൈശാഖിൻ്റെ ഓടിയ എല്ലാ സിനിമകളെ പറ്റി പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. എനിക്ക് തോന്നുന്നത് ആ പടം ഒരു പടം അങ്ങനത്തെ ഓടിയ പടങ്ങൾ മൊത്തത്തിൽ അതിൻ്റെ ഒരു സീൻ മാത്രം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു സീൻ എന്ന് പറയുന്നത് ഒരു വിഭാഗം പ്രേക്ഷകർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വിയോജിക്കും. അവർ ചിലപ്പോൾ അതിനെ ഇത് ആവശ്യമുണ്ടായിരുന്നോ, ചിലപ്പോൾ അവർക്ക് തീരെ ഇഷ്ടമില്ലാതെ അവർ വിമർശിച്ചേക്കാം. അതേ സീൻ തന്നെ ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇരു കൈ നീട്ടി സ്വീകരിക്കും. അവർ ആസ്വദിക്കും, സന്തോഷിക്കും, ചിരിക്കും, എൻജോയ് ചെയ്യും, കൈയടിക്കും. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഈ സിനിമകളിലൂടെ വൈശാഖിൻ്റെ കമേഴ്ഷ്യൽ പാക്കേജിങ്ങുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തരം പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പക്ഷേ ഒരു വലിയ വിഭാഗം ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനത്തെ സിനിമകളുടെ വിജയങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇതും അങ്ങനത്തെ ഒരു സിനിമയാണ്. ക്രിസ്മസ് സമയത്ത് അല്ലെങ്കിൽ പുതിയ വർഷത്തേക്ക് നമ്മൾ പോകുമ്പോൾ ആ സമയത്ത് ആൾക്കാരെ എൻജോയ് ചെയ്യിപ്പിക്കുക, വലിയ വിഭാഗം പ്രേക്ഷകർ അവരുടെ ഡേ ടു ഡേ ദൈനംദിന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എല്ലാം ഒരു 2-2.25 മണിക്കൂർ മറന്ന് ഈ സിനിമയുടെ ഒരു വലിയൊരു ക്യാൻവാസിൽ, വലിയൊരു സൗന്ദര്യത്തിൽ, അതിൻ്റെ ഒരു ആഘോഷത്തിൽ അവരെ പങ്കാളികളാക്കുക എന്നുള്ളൊരു ചെറിയ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരിക്കലും, പ്രത്യേകിച്ച് എൻ്റെ സംവിധായകൻ വൈശാഖ് ഒരിക്കലും പറയുന്നില്ല ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഈ സിനിമ നെഞ്ചിലേറ്റി കൊണ്ടുപോകണമെന്ന് ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ആ തിയേറ്ററിലിരിക്കുന്ന അത്രയും സമയം നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം മാത്രമേ ഞങ്ങൾ ഈ സിനിമ വഴി ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ. അല്ലാതെ ഒരു മഹത്തരമായ സിനിമ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമ എന്നേക്കാൾ ഉപരി നിങ്ങളെ കണ്ണിന് ഇമ്പം നൽകുന്ന, കണ്ണിന് കൗതുകകരമാകുന്ന ഒരുപാട് രസകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ള, നിങ്ങളെ ചിരിപ്പിക്കുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെറിയ വലിയ സിനിമ. ഇപ്പോൾ വൈശാഖിൻ്റെ 4 സിനിമകളിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. സീനിയേഴ്സിൽ തുടങ്ങി മല്ലു സിംഗ്, വിശുദ്ധൻ, ഇപ്പോൾ കസിൻസ്. വൈശാഖിൻ്റെ ആദ്യത്തെ സിനിമ പോക്കിരി രാജ ഉൾപ്പെടെ മൾട്ടി സ്റ്റാർ ചിത്രങ്ങളായിരുന്നു. എനിക്കൊന്ന് ഇതിൽ സൗണ്ട് തോമ മാത്രമാണ് ഒരു സിംഗിൾ ഹീറോ, അല്ലെങ്കിൽ വിശുദ്ധന് മാത്രമാണ് ഒരു സിംഗിൾ ഹീറോ ലൈനിൽ വന്നിട്ടുള്ള സിനിമകൾ. ബാക്കി എല്ലാ സിനിമകളിലും ഒരു മൾട്ടി സ്റ്റാർ ലൈനുള്ള ചിത്രങ്ങളാണ് പുള്ളി നോക്കുന്നത്. അത് ശരിക്കും ഈ വലിയ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് ഫാക്ടർ കുറയ്ക്കാനായിട്ട് ഇത് വലിയൊരു ഘടകമാണ്. അതൊരു വലിയൊരു എഫേർട്ടും കൂടിയാണ്. കാരണം ഈ ഇപ്പോൾ 4 നായകന്മാർ വരികയാണെങ്കിൽ, സോക്കോൾഡ് കമേഴ്ഷ്യൽ വയബിലിറ്റിയുള്ള 4 നായകന്മാർ ഒരുമിച്ച് വരികയാണെങ്കിൽ അവരുടെ സ്ക്രീൻ സ്പേസിങ്, അതിൻ്റെ ഒരു ഷെയറിങ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് ടാക്കിൾ ചെയ്യാനായിട്ട് വൈശാഖിന് സാധിക്കാറുണ്ട്. ഇപ്പം
സീനിയേഴ്സിൽ ഞാൻ അഭിനയിക്കുന്നത് എന്നേക്കാൾ മുതിർന്ന ഒരു ടീമിൻ്റെ കൂടെയാണ്. ഇപ്പം ജയറാമേട്ടൻ, മനോജേട്ടൻ, ബിജു. മല്ലു സിംഗിലേക്ക് വരുമ്പോൾ എന്നേക്കാൾ എൻ്റെ ജൂനിയറായിട്ടുള്ള ഉണ്ണിമുഖത്തിൻ്റെ കൂടെയാണ് ഞാൻ അഭിനയിക്കുന്നത്. വിശുദ്ധനിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഓഫ് ബീറ്റ് ഒരു സാധനമാണ് ഞാൻ ചെയ്യുന്നത്. കസിൻസിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ കൂടെയുള്ള ആൾക്കാർ, ഇന്ദ്രനും സുരാജ്, ജോജു, അങ്ങനെയുള്ള എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ 4 സിനിമകളിലും 4 രീതിയിലുള്ള ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നു. പിന്നെ എല്ലാവരും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ സിനിമ എടുക്കുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാകുന്നത് നല്ലതാണ് എല്ലാ അർത്ഥത്തിലും. അതിൻ്റെ ഒരു ബിസിനസ് ആംഗിൾ നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിലും എല്ലാവരും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് അവരെ കൊണ്ട് പെർഫോം ചെയ്യിക്കുന്നതിന് ഒരു സീൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, അത് അതേപോലെ പെർഫോം ചെയ്യുക. അപ്പം ഡയറക്ടറിൻ്റെ ഒരു എഫേർട്ടും കുറഞ്ഞു കിട്ടും. കാരണം വലിയ സിനിമകൾ എടുക്കുമ്പോൾ നമുക്ക് ടൈം സ്പേസ് കുറവാണ്. ഒരുപാട് കാര്യങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണമെന്നുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളപ്പോൾ സംവിധായകനും ക്യാമറാമാനും എല്ലാവർക്കും അതൊരു കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു വലിയ സിനിമയാണ് കസിൻസ്. 76 ദിവസത്തോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. 76 ദിവസങ്ങൾ, പല പല ലൊക്കേഷനുകൾ, പല ക്ലൈമറ്റ് കണ്ടീഷൻസ്, ഒരുപാട് ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, വലിയ ബഡ്ജറ്റ്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ചിലപ്പോൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അനിഷ്ടമായിട്ടുള്ള നമുക്ക് ഒരു വല്ലായ്മ തോന്നാനൊക്കെ ആയിട്ട്. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഈ 76 ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന്. ഭാഗ്യമെന്ന് പറയാനില്ല, കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ മുന്നിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കാരും. ഈ സിനിമ നന്നാക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി. കൊടൈക്കനാലിലെ ഒരു നല്ല ബാംഗ്ലൂരിലെ നല്ല ക്ലൈമറ്റിൽ നിന്നും തുടങ്ങി നേരെ കൊടൈക്കനാലിലെ കൊടും തണുപ്പിലേക്കും, പിന്നീട് അവിടുന്ന് നേരെ താഴെ പൊള്ളാച്ചിയിലെ പഴനിയിലെ കൊടും ചൂടിലേക്കും, പിന്നെ അവിടുന്ന് അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടത്തിലെ ഫൈറ്റും ക്ലൈമാക്സും കാര്യങ്ങളും, അങ്ങനെ പല പല ലൊക്കേഷനുകൾ, പല പല സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ. പക്ഷെ അതെല്ലാം അതിൻ്റെ ഒരു സ്പോർട്ടീവ് സ്പിരിറ്റിലെടുത്തു, അത് എല്ലാവരും എൻജോയ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഫീല് തീർച്ചയായിട്ടും കസിൻസിൻ്റെ എല്ലാ ഫ്രെയിമുകളിലും കാണാനായിട്ട് സാധിക്കും.